പുസ്തകമൊക്കെ വാങ്ങിയത്? ഭയങ്കര പാടൂ. ബാഗൊക്കെ ബാഗ് വാങ്ങി. ചായ. താങ്ക് യു. എടി ഡാഡിക്കുള്ളതാ. കുഴപ്പമില്ല. കണ്ടോ? അയ്യേ തൂ, എനിക്ക് വേണ്ട. മധുരം ഇല്ലമ്മ, കുറച്ച് മധുരം ഇട്ടെ. ഡാഡിക്ക് മധുരം ഇടല്ല. ഡാഡി ചായ. പ്ലീറ്റ് അതെ ചായ വെച്ചിരിക്കണു. എങ്ങടെ പോണ്? ഞാനേ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണു. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അമ്മാവ. ഓ ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടോടാ. അപ്പൂപ്പന്റെ കല്യാണം ഇരിക്കും അല്ലേ? ഈ പെണ്ണ് വലുതായിട്ടോ? ഇത് വലിയ വലിയ വർത്താനങ്ങളാണല്ലോ പറയണത്. അല്ല, അപ്പൂപ്പന്റെ കല്യാണം ഇപ്പഴേ ഇച്ചിരി നാക്കിന് നീളം കൂടുതൽ, അത് ഞാനിങ്ങ് അരിഞ്ഞെടുക്കും. അപ്പൊ തീർന്നോളൂ. അല്ല, അപ്പൂപ്പ ഒന്നും പറഞ്ഞില്ല കല്യാണം. അതൊക്കെ പണ്ടല്ലേ. അവക്ക് ബുദ്ധി ഈടായിട്ട് ഇച്ചിരി കുറഞ്ഞാല് നാക്കിന്റെ നീളം കൂടണം. ബുദ്ധിക്ക് കുറവൊന്നുമില്ല. അമ്മാവൻ എന്ത് സ്വപ്നം കണ്ടത്? ഇവിടെ കനകനെ തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടി. അതിന്റെ പാർട്ടിയും ചെലവും പാട്ടും കളിയും ആ പഴയ കാലം. സത്യം പറഞ്ഞ ആ ഒരു പഴയ കാലം തന്നെയല്ലേ? ഓ അത് പറഞ്ഞല്ലോ. നീ അതൊക്കെ ഓർക്കണ്ട. ഓർക്കാറുണ്ടാന്ന അമ്മ. സത്യം കനകൻ അങ്ങ് പോയി എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് പലപ്പോഴും ഇവിടെ ഒറ്റപ്പെടൽ തോന്നാറുണ്ട്. അമ്മ വന്നപ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അളിയൻ പോയി എനിക്കൊരു നല്ല ഭാരം തന്നിട്ടല്ലേ പോയത്. എൻ്റെ മനസമാധാനവും എൻ്റെ സ്വസ്ഥതയും എൻ്റെ സന്തോഷം എല്ലാം കിടത്തിനല്ലേ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കണേ. ഓ സംഭവം നീ അങ്ങനെ അവനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ കനകനോട് പറഞ്ഞു എന്നേ. പക്ഷെ ഇത്ര നേരമായിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഒരു കുഴപ്പക്കാരില്ലേ, ക്ലീറ്റ് വെറുതെ ഓരോന്ന് പറയണതാ. തങ്ക നീ മിണ്ടരുത്, എന്നെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയിപ്പിക്കരുത് കേട്ടാ. അമ്മവനറിയാമോ, എന്റെ പാർട്ടി നേതൃത്വത്തിന് സത്യത്തിൽ ഇവനോട് താമസിപ്പിക്കുന്നതിനോട് നല്ല എതിർപ്പുണ്ട്. അത് പിന്നെ അവൻ എന്റെ എതിർ പാർട്ടിയുടെ കൗൺസിലർ ആവുമ്പോ എന്റെ പാർട്ടിക്കാർക്ക് ഇഷ്ടാവോ? അതൊക്കെ പോട്ടമ്മാവ. എന്റെ പാർട്ടിയിൽ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോ ഇവൻ അവിടെ നിന്ന് ചീത്ത വിളിക്കുക, പിന്നെ അവരെ നോക്കി കൊക്കറി കാണിക്കുക, ഇതൊക്കെ മര്യാദയാണ് അമ്മാവ. ഏത് പാർട്ടിയാ? തങ്കം മിണ്ടരുത്, ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടരുത് കേട്ടോ. എത്ര പേര് വന്നപ്പോൾ ഇവിടെ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മാവ? പക്ഷെ ഞാൻ അതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കണം. അല്ല, നിങ്ങൾക്ക് അവൻ അവിടെ താമസിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞുകൂടാ. ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മ താമസിക്കണതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, ആരെയും ബഹുമാനിക്കൂല, അനുസരിക്കൂല. അമ്മാവൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടില്ലേ? അമ്മാവൻ എന്താ വിളിച്ച? മിണ്ടരുത്. അല്ല, അത് ആളറിയാതെ എന്ന് മാത്രം നീ പറയല്ലേ. ഏതറിയാത്ത ആളാണെങ്കിലും പ്രായം ചെന്ന ആളെന്നെ താൻഡോ എന്നൊക്കെ വിളിക്കുക. ഈ മനുഷ്യന്റെ പ്രായം നോക്കണ്ടേ? അതിനൊന്ന് ബഹുമാനിച്ചൂടെ? അതാണ് അമ്മാവ. ഞാനതല്ല ഓർക്കണം. ഇപ്പൊ ഈ ആളറിയാണ്ട ചിലർ അങ്ങനെ പറയും. പക്ഷെ ഞാൻ ഒരു കാരണമില്ലാണ്ട് എങ്ങനെ അവരോട് ഇറങ്ങി പോകാൻ പറയാന്നാ? അതിലിപ്പോ ഒന്നുമില്ല. അമ്മ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പൊ അവൻ ചോദിക്കും, എന്താ നോക്കണോ, എന്താ? ഈ രീതിയിലാണ് അവന്റെ പെരുമാറ്റം. അങ്ങനെ അവനോട് ചോദിച്ചാ ആ നിമിഷം ഞാൻ അവനെ അവിടെ ഇറക്കി വിടും. അവന്റെ വിചാരം എന്നെ പോലെ ആയിരിക്കും അമ്മാവനെന്ന്. ഞാനൊന്നിനും പ്രതികരിക്കാൻ പോകൂലേ. ഞാൻ പോവാട്ടെ, എനിക്ക് ഇവിടെ തലവേദന എടുക്കും. നിനക്കില്ലേലും അതാണ് അമ്മാവ. ഇവൻ വന്നേ പിന്നെ എനിക്കും തലവേദനയാ. അപ്പൊ അവനെ പറഞ്ഞുകൂടല്ലേ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിത്തരാമെങ്കിൽ അമ്മാവന് എന്ത് ചെലവാണെന്ന് ഞാൻ ചെയ്യാം. ഞാൻ ചെലവ് ചെയ്ത എന്താ പ്രശ്നം? ഒന്നുമില്ല, അത് കാര്യം നടക്കട്ടെ. എനിക്ക് ഇച്ചിരി പൈസ വരാണ്ടേ. അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യവനെ ഇവിടെ നിന്ന് ഇറക്കി ആ നിമിഷം അമ്മാവനെ ഞാനിവിടെ കുപ്പി കൊണ്ട് പൊങ്കാലയിടും. എത്ര ദിവസമായിട്ടുണ്ട് അവിടെ അവൻ എനിക്ക് കുറച്ച് കാശ് വരാറുണ്ട് പറയുന്നത്. ഇതെന്താ അവൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്ക? മാറ്റിയല്ലേ? ഞാൻ ചുമ്മാതെ. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയണമല്ലോ. എനിക്ക് നല്ല ഓർമ്മ. എനിക്ക് ഒന്ന് വീട് വരെ പോണായിരുന്നു. അമ്മാവൻ ആദ്യം ഞാൻ പോയിട്ട് ഇപ്പൊ വരും. അതിനകത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സംഭവത്തിന് ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. മതി ക്ലീറ്റോ, മതി. ചായ കൂടെ അമ്മാവൻ കാണിച്ചോ? എന്റെ മധുരമില്ലാത്ത ചായ മതി ക്ലീറ്റോ, അമ്മാവനെ കൊന്നത് പോ. അയ്യോ, എനിക്ക് എന്റെ അമ്മാവനോട് ഒന്ന് മിണ്ടിയും പറഞ്ഞൊന്നും ചെയ്തുകൂടാ അല്ലേ? നീ പോയിട്ട് പോയാ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന ബോറടിക്കും. എന്നോടെങ്ങാനും അവര് കണ്ണൂർട്ടി കാണിച്ചാണ് ആ നിമിഷം ഞാൻ രണ്ടിനും ചവിട്ടി പുറത്താക്കും. പൊന്നമ്മാവ വെറുതെ പ്രശ്നങ്ങൾക്ക് പോണ്ട. ഒന്നുമില്ലാണ്ട് നീറ്റസ് അങ്ങനെ പറയോ? അപ്പൊ പാവം അവനൊക്കെ. അത് അവൻ പറയട്ടെ. അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളൊന്നും ഇവിടെ താമസിക്കണ്ട. അതിന്റെ കാശൊന്നും ഇപ്പൊ നമ്മുടെ തറവാട്ടിന് ആവശ്യമില്ല. അവന് പണിയുണ്ടല്ലോ കാരണം എങ്ങനെ. അതെനിക്ക് ഇടയ്ക്ക് എപ്പോഴേലും വരുമ്പോ ഇങ്ങനെ കിടക്കാലോ. നിനക്ക് തോന്നണല്ലേ? അവന് തോന്നുന്നില്ലല്ലോ.
versus Alien.